നമസ്കാരം. ഇലക്ഷൻ ഗേറ്റിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വിളംബരമായി മാറുകയായിരുന്നു ഇന്ന് പാർലമെന്റിന്റെ സഭാതലം. റഫാൽ ഇടപാട് വിഷയത്തിൽ പ്രതിഷേധമറിയിച്ചുകൊണ്ട് പ്രതിപക്ഷം നടത്തിയ ഇടപെടലുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മറുപടി പ്രസംഗവും ഈ തെരഞ്ഞെടുപ്പിൽ മുഖാമുഖം ഏറ്റുമുട്ടൽ ഒരുങ്ങി നിൽക്കുന്ന രണ്ടുപേർ പോർമുഖം തുറന്ന സംഭവമായി മാറി. ഇന്ത്യയിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്ന് റഫാൽ ആയിരിക്കും എന്ന് വ്യക്തമാക്കപ്പെടുകയായിരുന്നു. CAGയുടെ റിപ്പോർട്ടിന്മേൽ ഉണ്ടായിട്ടുള്ള ആക്ഷേപങ്ങളും അതിന്മേൽ പ്രധാനമന്ത്രി ന്യായീകരിച്ച് നടത്തുന്ന പ്രസംഗവും സ്വാഭാവികമായും ഈ രാജ്യം സസൂക്ഷ്മം ശ്രദ്ധിക്കുകയാണ്. റഫാൽ ഇടപാടിലെ കള്ളക്കളികളിന്മേൽ അത്തരം ആരോപണങ്ങൾക്ക് മേൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു ഭരണപക്ഷം എന്നതും ഇതേത് തരത്തിലാണ് ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാകും. അതിനിടയിൽ വളരെ ശ്രദ്ധയോടുകൂടി കാതോർത്തു ഇന്ന് മുലായം സിംഗ് യാദവിന്റെ വാക്കുകൾ ലോക്സഭയിൽ. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും BSPയും കൈകോർത്ത് നിന്ന് BJPയെ തോൽപ്പിക്കാൻ നിൽക്കുമ്പോൾ മുലായം സിംഗ് യാദവ് അദ്ദേഹം നല്ല വാക്കുകളും പ്രശംസയും ചൊരിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് മേൽ. ഈ ഇടപെടലുകൾ ഏത് നിലയ്ക്കാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏത് നിലയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഇതന്വേഷിക്കുന്നു ഇലക്ഷൻ ഗേറ്റ്. ആദ്യം പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ലോക്സഭയിൽ നരേന്ദ്രമോദിയെ പിന്തുണച്ച് മുലായം സിംഗ് യാദവ്. മോദി അധികാരത്തിലേക്ക് തിരികെ വരാൻ മുലായത്തിന്റെ ആശംസ. നന്ദി പറഞ്ഞ നരേന്ദ്രമോദി. വിയോജിപ്പുമായി രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടിയും. KM മാണിയുമായി സമവായത്തിനില്ലെന്ന് സൂചന നൽകി PJ ജോസഫ്. ജോസ് കെ മാണിയുടെ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കില്ല. 2 സീറ്റ് വേണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. മുന്നണിയിൽ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്നും PJ ജോസഫ്. CAG റിപ്പോർട്ടിലെ അനുകൂല പരാമർശങ്ങൾക്ക് ശേഷവും റഫാൽ വിടാതെ പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പിൽ റഫാൽ മോദിയുടെ വിധി എഴുതുമെന്ന് രാഹുൽ ഗാന്ധി. ചൌക്കിദാർ എന്ന് കേട്ടാൽ ചോർ ഹേ എന്ന് ജനം ഏറ്റുവിളിക്കാൻ തുടങ്ങിയെന്നും രാഹുൽ. സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിനെതിരെ BJPക്കുള്ളിൽ അതൃപ്തി. സ്ഥാനാർത്ഥി നിർണയം മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെ. ശ്രീധരൻ പിള്ളയ്ക്കെതിരെ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങി ഒരു വിഭാഗം നേതാക്കൾ. രാജ്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെ പകർത്തുകയാണ് ഇന്ന് ആദ്യം ഇലക്ഷൻ ലീഡിൽ. ട്രഷറി ബെഞ്ചിനെയും പ്രതിപക്ഷ നിരയെയും ഇന്ന് ഒരുപോലെ ആശ്ചര്യപ്പെടുത്തി മുലായം സിംഗ് യാദവ്. ഇന്ന് പാർലമെന്റിന്റെ സമാപന സമ്മേളനത്തിൽ മുലായം സിംഗ് യാദവ് നടത്തിയ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതും ശ്രദ്ധയാകർഷിക്കുന്നതുമായിരുന്നു. നരേന്ദ്രമോദി, അതായത് സമാജ്വാദി പാർട്ടിയും BSPയും കൈകോർത്ത് നിന്ന് ആരെയാണോ ഉത്തർപ്രദേശിൽ തോൽപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് അതേ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകട്ടെ എന്ന ആശംസ ചൊരിഞ്ഞിരിക്കുന്നു SP നേതാവ്. സഭ രാഷ്ട്രീയ ഗന്ധവും ഈ ഒരു പ്രസ്താവന ഏത് നിലയ്ക്കാണ് സമാജ്വാദി പാർട്ടി സ്വീകരിക്കുന്നത് എന്നതാണ് വളരെയധികം കൗതുകമുണർത്തുന്ന വിഷയമായി മാറുന്നത്. സമാജ്വാദി പാർട്ടിയും BSPയും ഉത്തർപ്രദേശിൽ ഒരുമിച്ച് നിന്ന് BJPയെ അടിയറവ് പറയിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുമ്പോൾ മുതിർന്ന നേതാവ് മുലായം സിംഗ് യാദവ് ഇന്ന് പാർലമെന്റിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മോദി പ്രധാനമന്ത്രിയായി മടങ്ങി വരാൻ കഴിയട്ടെ എന്നാണ് ഇന്ന് സഭാതലത്തിൽ വെച്ച് സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് ആശംസിച്ചത്. അതിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. हम लोग इसका इतना बहुमत नहीं आ सकते हैं। प्रधानमंत्री जी आप फिर बने प्रधानमंत्री, इसलिए इस सदन में आपको खुशी हो रही है और एक तरफ से खुशी हो रहा है। तो हम लोग आज ये सदन बंद की बात बढ़ेगी, लेकिन हम चाहते हैं सब स्वस्थ रहें। जितने सदन में बैठे हैं सब स्वस्थ हैं, वो सब मिलकर फिर सदन चलाएं, ये मेरी कामना है।
लिए इससे पहले आपका सब होता है सर, और आपका अभिनंदन, आपका स्वागत। ये कुर्सी बड़ी कठिन है कि सबको संतुष्ट करना, इसमें आपने प्रयास किया। प्रधानमंत्री जी को बधाई देना चाहते हैं, ऐसा नहीं है। प्रधानमंत्री जी ने भी सबको खुश करने का और जायज काम करने का हमेशा प्रयास किया है और किया है। इसलिए हम इस अवसर आपको तो बधाई दे ही रहे हैं, लेकिन प्रधानमंत्री जी आपको बधाई देना चाहते हैं, धन्यवाद करना चाहते हैं। सभी माननीय सदस्यों के बारे में कामना है, वे सब के सब खिड़की दोबारा। സഭാതലത്തിൽ പ്രതിപക്ഷാംഗങ്ങളെ അക്ഷരാർത്ഥത്തിൽ ആശ്ചര്യപ്പെടുത്തി ഇന്ന് മുലായം സിംഗ് യാദവിൻ്റെ വാക്കുകൾ. സമാജ്വാദി പാർട്ടി നേതാവ്, മുതിർന്ന നേതാവ് മുലായം സിംഗ് യാദവ് ഏത് മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കും നരേന്ദ്രമോദിയെ പ്രശംസിച്ചിട്ടുണ്ടാവുക എന്നത് രാഷ്ട്രീയ കൗതുകം ഉണർത്തുന്ന വിഷയമായി അവശേഷിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായുണ്ട്. രാധാകൃഷ്ണൻ, സമാജ്വാദി പാർട്ടിയും BSPയും കൈകോർത്ത് ഉത്തർപ്രദേശിൽ BJPയെ തറപറ്റിക്കാനുള്ള രാഷ്ട്രീയ ചരടുവലികൾ സജീവമാക്കി നിർത്തുമ്പോഴാണ് മുതിർന്ന നേതാവ് അഖിലേഷ് യാദവിൻ്റെ അച്ഛൻ മുലായം സിംഗ് യാദവ് ഇന്ന് സഭയിൽ പരസ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മടങ്ങി വരട്ടെ എന്ന് ആശംസ ചൊരിയുന്നത്. എന്തു പറ്റി അദ്ദേഹത്തിന്? ഏത് നിലയ്ക്കാണ് BSP ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക? തീർച്ചയായിട്ടും ഗോപി സൂചിപ്പിച്ചതുപോലെ ഇന്ന് സമാപന സമ്മേളനം, സഭയുടെ 16ാം ലോക്സഭയുടെ അവസാന സമ്മേളന നടപടിക്രമം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി വന്നത് മുലായം സിംഗ് യാദവിൻ്റെ ഈ രാഷ്ട്രീയ കരണമറിച്ചിലായിരുന്നു. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കരണമറിച്ചിൽ മുലായം സിംഗ് യാദവിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് സഭയിൽ നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ ഈ അദ്ദേഹം സംസാരിച്ചത് തികച്ചും ആകസ്മികമാണെന്ന് കരുതാൻ സാധിക്കുന്ന വിധത്തിലല്ല അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വാക്കുകളെ വിലയിരുത്തുമ്പോൾ സാഹചര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് പദ്ധതി നടത്തിപ്പിൻ്റെ വേഗത വർദ്ധിച്ചു എന്നതടക്കമുള്ള സർക്കാരിനെ സംബന്ധിച്ച് വളരെ ശുഭകരമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഒരു പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെ അവസാന സമയത്ത് ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ നടത്തിയ ഒരു ആശംസയായി മാത്രം ചുരുക്കി കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങളായി പുരോഗമിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാഴ്ചകളുടെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോയാലും മുലായം സിംഗ് യാദവിന് BJPയോടോ അല്ലെങ്കിൽ NDAയോടോ ഒരു സോഫ്റ്റ് കോർണർ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ലക്നൌവിൽ മന്ത്രിമാർക്കായും മുൻ മുഖ്യമന്ത്രിമാർക്കായി അനുവദിച്ചിരുന്ന ക്വാർട്ടേഴ്സുകളെല്ലാം, ബംഗ്ലാവുകളെല്ലാം ഒഴിയിപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ രാജ്നാഥ് സിംഗും മുതിർന്ന BJP നേതാവും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള രാജ്നാഥ് സിംഗ്, ഗവർണറായിട്ടുള്ള കല്യാൺ സിംഗ്, മായാവതി, മുലായം സിംഗ് യാദവിൻ്റെ 2 ബംഗ്ലാവുകൾ തുടങ്ങി അങ്ങനെ നിരവധി ആളുകളുടെ ബംഗ്ലാവുകൾ ഒഴിയാൻ നിർദ്ദേശം നൽകിയിരുന്നു. ശക്തമായിട്ടുള്ള നടപടിയാണ് അദ്ദേഹം അക്കാര്യത്തിൽ സ്വീകരിച്ചത്. പക്ഷേ മുലായം സിംഗ് യാദവിന് അവസാന ഘട്ടത്തിൽ ഒരു ഇളവ് നൽകുന്ന കാഴ്ച കാണാൻ സാധിച്ചു. അത് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്നായിരുന്നു പിന്നാമ്പുറങ്ങളുടെ സംസാരം. മുലായം സിംഗും യോഗി ആദിത്യനാഥും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടന്നു എന്നുള്ള ചില വാർത്തകളും ആ ഘട്ടത്തിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതിനെയെല്ലാം ശരിവെക്കുന്ന വിധത്തിലായിരുന്നു ഇന്നത്തെ ആശംസ. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആശംസ പ്രധാനമന്ത്രിക്ക് മേൽ ചൊരിയേണ്ട ഒരു ആവശ്യം, ഇന്നത്തെ ഈ പെരുമാറ്റം, ഈ സമീപനം സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കില്ലേ? അവരെങ്ങനെയാണ് ഈ നിലപാടിൽ നിന്ന്, അതായത് മുലായത്തിൻ്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ചത് പാർട്ടി? തീർച്ചയായിട്ടും മുലായത്തെ സംബന്ധിച്ച് BSPയുമായി ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യവുമായി ബന്ധപ്പെട്ട ചില മുൻവിധികൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എസ് പിക്ക് ലഭിക്കുന്ന സീറ്റുകളെ അപേക്ഷിച്ച് BSPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ധാരണകൾ അദ്ദേഹം നേരത്തെ തന്നെ തൻ്റെ അനുചര വൃത്തത്തോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അഖിലേഷ് യാദവ് സ്വീകരിക്കുന്ന ശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഇതിന് വിഘാതമായി നിൽക്കുകയും ചെയ്യുന്നത്. ഈ അവസരത്തിൽ ഒരു അവിശ്വാസത്തിൻ്റെ കണിക ഈ ബന്ധത്തിൽ നിക്ഷേപിക്കാൻ ഇന്ന് മുലായം സിംഗ് യാദവിന് കഴിഞ്ഞു
എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ SP സംബന്ധിച്ച് തങ്ങളുടെ ആത്മാർത്ഥത വെളിവാക്കാൻ വലിയ പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യം താഴേക്കിടയിലെങ്കിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അഖിലേഷ് വളരെ തന്ത്രപരമായിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് ഇതിനകം സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല നൽകിയത് മുലായം സിംഗ് യാദവ് ഇന്ന് സ്വീകരിച്ച നിലപാടും സമീപനവും അക്ഷരാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സ്വാഭാവികമായും ഇത്തരമൊരു സമീപനത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു പ്രവണതയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിൽ നിന്നും നമ്മൾ ഇന്ന് കണ്ടത്. ഏതായാലും മുലായത്തിൻ്റെ ഈ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് മുലായം നടത്തിയ ഈ ഇടപെടൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് എന്ന് നമുക്ക് കൗതുകത്തോടെ കാത്തിരിക്കാം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പോരാടും എന്നാണ് കിഴക്കൻ ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വലിയ ഉത്തരവാദിത്തമാണ് നൽകിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകും എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. ലക്നൌവിൽ ചുമതല ഏറ്റെടുത്ത ശേഷം ഇതാദ്യമായാണ് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. एक ऐसी राजनीति का हम यहाँ पे निर्माण करें जिसमें सब भागीदार हो, जिसमें सब वर्गों सब समुदायों का प्रतिनिधित्व हो और उसी के प्रति ये एक प्रयास है. हम चाहते हैं कि आगे बढ़कर हम इसको मजबूती से करें और ये लड़ाई जो 2019 की लड़ाई है इसको एकदम जीत जान से लड़ें. हम जीत जान से लड़ेंगे. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ റഫാൽ വിഷയം ഇത്തവണ ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് റഫാലിന് മേലുള്ള വാദപ്രതിവാദങ്ങൾ പുരോഗമിക്കുന്നത്. റഫാലിലെ അനുകൂല പരാമർശങ്ങൾക്ക് ശേഷവും റഫാലിൽ പിടിവിടാതെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റഫാൽ ഇടപാട് നരേന്ദ്രമോദിയുടെ വിധിയെഴുതും എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ചൗക്കിദാർ എന്ന് കേട്ടാൽ ചോർ ഹേ എന്ന് ജനം ഏറ്റുവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്നലെയാണ് CAG റിപ്പോർട്ടിനെ അത് ചൗക്കിദാറുടെ റിപ്പോർട്ടാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതേസമയം സുപ്രീം കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ CAGയും അനുകൂലമായ ഒരു നിലപാടെടുത്തതോടെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുള്ള പിടിവള്ളി കിട്ടിയതിൻ്റെ ആശ്വാസത്തിലായിരുന്നു ഇന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിലാണ് റഫാലിലെ CAG റിപ്പോർട്ട് പുറത്തു വന്നത്. റഫാൽ ഇടപാടിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കിടയിൽ കേന്ദ്ര സർക്കാരിന് ഏറെ ആശ്വാസമായിട്ടുണ്ട് റിപ്പോർട്ട്. പക്ഷേ റിപ്പോർട്ടിലെ വില സംബന്ധിച്ച അവ്യക്തതയും ഇടപാടിൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നൽകിയ വിയോജനക്കുറിപ്പുകളെക്കുറിച്ചുള്ള മൗനവും വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രചാരണം തുടരാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകുന്നതാണ്. ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും റഫാൽ മോദിയുടെ വിധി നിർണ്ണയിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ ഭയം മോദിയുടെ മുഖത്ത് പ്രകടമാണ്. ചൗക്കിദാർ ചോർഹെ മുദ്രാവാക്യം ജനം ഏറ്റെടുത്തതായും രാഹുൽ അവകാശപ്പെട്ടു. कहीं आप जाके चौकीदार बोलिए, उसके बाद और बोलना चौकीदार, आप ये ट्राई करिए और वो लोग देखेंगे कहेंगे चोर है. രാവിലെ പാർലമെന്റിലെ ഗാന്ധി സ്മാരകത്തിന് മുന്നിൽ കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും തെലുങ്കുദേശം പാർട്ടിയുടെയും MP-മാർ റഫാലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മോദിയുടെയും അനിൽ അംബാനിയുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച കടലാസ് വിമാനങ്ങൾ പറത്തിയായിരുന്നു പ്രതിഷേധം. എങ്കിലും രാജ്യത്തെ പരമോന്നത നീതി വ്യവസ്ഥയുടെയും സർക്കാർ ഇടപാടുകളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന CAGയുടെയും അനുകൂല നിലപാടിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കാം എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. What does the CAG say? The NDA deal is cheaper. That's 2016 is cheaper than the 2007 transaction. And keep in mind, this cheaper that they have mentioned 2.86% would actually be wider because of two reasons. One, the 2016 package of the weaponry, because of a 9-year advancement in technology, is a much more sophisticated weaponry. ചുരുക്കത്തിൽ സുപ്രീം കോടതിയുടെയും CAGയുടെയും വിധി തീർപ്പുകൾ റഫാലിലെ രാഷ്ട്രീയ വിവാദം അവസാനിപ്പിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ കോലാഹലങ്ങളിൽ റഫാൽ പറന്നു കളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സവാദ് മുഹമ്മദ്, 24, ഡൽഹി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സംഘടിപ്പിച്ച റാലി പ്രതിപക്ഷ ഐക്യവേദിയായി മാറി. ബംഗാളിൽ കോൺഗ്രസും CPIM-ഉം ശത്രുക്കളായിരുന്നാലും ഡൽഹിയിൽ BJPയെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടാകുമെന്ന് മമതാ ബാനർജി പറഞ്ഞു.
ഏകാധിപത്യം അവസാനിപ്പിക്കുക, രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച റാലിയിൽ ഡൽഹിയിൽ AAPയുടെ ശത്രുക്കളായ കോൺഗ്രസും ബംഗാളിൽ ശത്രുക്കളായ ഇടതുപക്ഷവും മമതാ ബാനർജിയും ഒരേ വേദിയിലെത്തിയത് ശ്രദ്ധേയമായി. ഇടതു നേതാക്കൾ വേദി വിട്ട ശേഷമാണ് മമത എത്തിയത്. ഇന്ന് പാർലമെന്റിലെ അവസാന ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതെന്ന് മമതാ ബാനർജി പരിഹസിച്ചു. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ, NCP നേതാവ് ശരത് പവാർ, SP നേതാവ് രാം ഗോപാൽ യാദവ്, നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI നേതാവ് D രാജ, DMK നേതാവ് കനിമൊഴി, JDS നേതാവ് ഡാനിഷ് അലി എന്നിവർ റാലിയിൽ പ്രസംഗിച്ചു. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സീറ്റിനെ ചൊല്ലിയും സ്ഥാനാർത്ഥികളെ ചൊല്ലിയും പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും അന്തഛിദ്രങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു തുടർച്ച BJPയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു എന്ന ഒരു കാര്യത്തിനെതിരെ BJPക്കുള്ളിൽ അതൃപ്തി പുകയുകയാണ്. കേരളത്തിൽ മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതോടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJPയിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ശ്രീധരൻപിള്ളയുടെ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് BJPക്കുള്ളിൽ കലാപം ആരംഭിച്ചത്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളോടോ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളവരോടോ ശ്രീധരൻപിള്ള ഒന്നും ആലോചിച്ചില്ലെന്നാണ് ആക്ഷേപം. സംസ്ഥാന വക്താവ് MS കുമാർ, മുതിർന്ന നേതാവും MLAയുമായ O രാജഗോപാൽ, സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖൻ K സുരേന്ദ്രൻ തുടങ്ങിയവർ ശ്രീധരൻപിള്ളയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. വേണ്ടിവന്നാൽ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനും പാർട്ടിയിലെ ഒരു വിഭാഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതേസമയം നിലവിലെ BJP സ്ഥാനാർത്ഥി പട്ടിക ഇപ്പറയും വിധമാണ്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി, PS ശ്രീധരൻപിള്ള, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ ഇടം പിടിച്ചു. ആറ്റിങ്ങൽ, പാലക്കാട് മണ്ഡലങ്ങളിലേക്ക് ശോഭാ സുരേന്ദ്രനും തൃശൂർ, കാസർഗോഡ്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് K സുരേന്ദ്രനും പരിഗണിക്കപ്പെടുന്നുണ്ട്. ശബരിമല വിഷയം നിർണായകമാകുമെന്ന് കരുതുന്ന പത്തനംതിട്ടയിൽ പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാരവർമ്മയും MT രമേശുമാണുള്ളത്. സീറ്റ് സംബന്ധിച്ച് BDJSുമായി ധാരണയിലെത്തിയതായി ശ്രീധരൻപിള്ള വ്യക്തമാക്കി. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറായാൽ തൃശൂർ വിട്ടു നൽകാനാണ് BJPയുടെ തീരുമാനം. S ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനകത്തും പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞു. അവിടെ ഭിന്നത രൂക്ഷമായി മാറിയിരിക്കുകയാണ്. PJ ജോസഫ് വിഭാഗം മാണി വിഭാഗത്തിൽ നിന്ന് അടർന്നു പോകാനുള്ള സാധ്യത വരെയുണ്ട്. ജോസ് കെ മാണി നടത്തുന്ന കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ PJ ജോസഫ് പങ്കെടുക്കില്ല എന്നതാണ് ഈ വിഭാഗീയതയുടെ അല്ലെങ്കിൽ വിയോജിപ്പിൻ്റെ ഏറ്റവും പുതിയ ഈ സംഭവവികാസങ്ങളുടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ PJ ജോസഫ് ഈ പരിപാടി നാളെ സമാപിക്കുന്ന സമയത്ത് PJ ജോസഫ് നാളെ ദുബായിലേക്ക് തിരിക്കാനിരിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് പുത്തിരിക്കണ്ടം മൈതാനത്താണ് യാത്രയുടെ സമാപനം കുറിക്കാൻ പോകുന്നത്. അവിടെ PJ ജോസഫിൻ്റെ അസാന്നിധ്യം ചില രാഷ്ട്രീയ സൂചനകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് അമ്പാടി ചേരുന്നു ഇലക്ഷൻ ലൈവിൽ. രഞ്ജിത്ത്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. PJ ജോസഫ് കേരള യാത്രയോട് നിസ്സഹകരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി രംഗത്ത് വരുന്നത്, പുറത്തേക്ക് വരുന്നത്. ഈ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ PJ ജോസഫ് പങ്കെടുക്കില്ല, അദ്ദേഹം ദുബായിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഒരു പിളർപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? രാഷ്ട്രീയ നിരീക്ഷകർ ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറും എന്ന് പ്രവചിക്കുന്നുണ്ട്. ഗോപി, തീർച്ചയായും കേരള കോൺഗ്രസിൽ വിഭാഗം തമ്മിൽ അത്ര സ്വരച്ചേർച്ചയില്ലാത്ത സാഹചര്യം തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. അതിൻ്റെ മൂർധന്യ അവസ്ഥയിലാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അല്പസമയം മുമ്പാണ് കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് PJ ജോസഫ് പ്രതികരിച്ചത്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ ചില വിവരങ്ങൾ തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് PJ ജോസഫിനോട് മാധ്യമ സംഘം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി, 2 സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കേരള കോൺഗ്രസിന് വേണം. അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പിന്നോട്ട് പോക്കുമില്ല.
2 സീറ്റ് നേരത്തെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതേസമയം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, രണ്ടാമത്തെ സീറ്റിൻ്റെ കാര്യത്തിൽ UDF-ൽ ഒരു സമ്മർദ്ദത്തിനില്ല എന്ന് KM മാണി വ്യക്തമാക്കിയതായുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരമൊരു വാർത്ത വന്നെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ KM മാണി അത് തിരുത്തി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നായിരുന്നു PJ ജോസഫിൻ്റെ മറുപടി. എന്തായാലും മുന്നണി യോഗം, ഐക്യമുന്നണി യോഗം ഈ വരുന്ന 18-ാം തീയതി ചേരുന്നുണ്ട്. സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ അന്നുണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി ഈ 2 സീറ്റുകളാണ് കേരള കോൺഗ്രസ് രണ്ടാമതായി PJ ജോസഫ് അല്ലെങ്കിൽ PJ ജോസഫിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തോടൊപ്പം PJ ജോസഫിനൊപ്പം നിൽക്കുന്ന ആൾക്കാർ നൽകുന്ന സൂചന അനുസരിച്ച് ചിലപ്പോൾ PJ ജോസഫ് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അദ്ദേഹം കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തോടൊപ്പമുള്ളവർ വ്യക്തമാക്കുന്നത് നേരത്തെയും ഇത്തരം സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു. കൂടാതെ ചാലക്കുടി എന്ന സ്ഥലം PJ ജോസഫിന് അനുകൂലമാണ് എന്നൊരു കണക്കുകൂട്ടൽ കൂടി അവർക്കുണ്ട്. ഒന്നുകിൽ PJ ജോസഫ് അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം അടുപ്പമുള്ളവർ ഈ സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രണ്ടാമത്തെ സീറ്റിൽ നിന്നൊരു പിന്നോട്ട് പോക്കില്ല എന്ന് PJ ജോസഫ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം വിശദാംശങ്ങൾ നൽകിയത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല, PJ ജോസഫ് വിഭാഗം ഇടഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് PJ ജോസഫ് ഇപ്പോൾ ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്രയുടെ സമാപന വേദിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തടർന്നു വീണു പോകുമോ PJ ജോസഫ് എന്ന കാര്യം നമുക്ക് വരുന്ന 1-2 ദിവസങ്ങൾക്കുള്ളിൽ അറിയാം. UDF-ന്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലായിരിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇനി രൂപപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുന്നത്. ഇടതുമുന്നണി ഇത്തവണ എറണാകുളത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്ന പേരുകൾ താൻ കണക്കാക്കുന്നില്ലെന്നും സ്ഥാനാർത്ഥിയായി മകൻ റോൺ ബാസ്റ്റ്യൻ്റെ പേര് നൽകിയതിന് പിന്നിൽ ശത്രുക്കൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും സെബാസ്റ്റ്യൻ പോൾ 24-നോട് പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എറണാകുളത്ത് ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പരിഗണിക്കുന്നതെന്ന വാർത്ത ശക്തമായതോടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വലിയ പ്രതീക്ഷയിലാണ്. പാർട്ടി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യം സെബാസ്റ്റ്യൻ പോൾ 24-നോട് തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാവുകൂടെ, അത് ഞാനിപ്പോൾ അതിനുശേഷം CPM-ൻ്റെ ഒരു പ്രോപ്പർട്ടിയായി മാറിയിരിക്കുകയാണ്. പാർട്ടിക്ക് ഏത് രീതിയിലും എവിടെ വേണമെങ്കിലും എന്നെ ഉപയോഗിക്കാം, സ്ഥാനാർത്ഥിയാക്കാതിരിക്കാം. അത് ഈ തെരഞ്ഞെടുപ്പിലാകാം അല്ലെങ്കിൽ വേറൊന്നിലാകാം. അഭിഭാഷകനായ മകൻ റോൺ ബാസ്റ്റിന്റെ പേര് സ്ഥാനാർത്ഥിയായി മാധ്യമങ്ങളിൽ എങ്ങനെ വന്നത് തനിക്കറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ പല പേരുകളും വന്ന കൂട്ടത്തിൽ എൻ്റെ മകൻ്റെ പേരും കാണുന്നുണ്ട്. എൻ്റെ മകൻ്റെ പേര് ഇപ്പോൾ ആദ്യം വരുന്നതല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില പത്രങ്ങളിലൊക്കെ റോൺ ബാസ്റ്റിൻ്റെ പേര് എറണാകുളത്ത് പറയുകയുണ്ടായി. പക്ഷേ റോൺ സ്ഥാനാർത്ഥി ആയില്ല എന്ന് നമുക്കറിയാം. ഇപ്പോഴും പല മാധ്യമങ്ങളിലും TV-യിലും പത്രങ്ങളിലും ഒക്കെ അത് മാറി മാറി ഈ പേര് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടെ. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ 8 തവണ സെബാസ്റ്റ്യൻ പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രതികരണങ്ങൾ എന്താണ് എന്ന് നോക്കുകയാണ് ഇലക്ഷൻ തോട്ട്. ഇലക്ഷൻ തോട്ടിൽ നിന്ന് മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ ശിവരാജ് സിംഗ് ചൗഹാന്റെ പ്രതികരണമാണ്. റഫാൽ ഇടപാട് വിഷയം കൂടുതൽ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചിരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നും ഒരു ഘട്ടത്തിൽ ഒന്ന് പറയുകയും മറ്റൊരു സമയത്ത് മറ്റൊന്ന് പറയുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നുമാണ് പരിഹാസ രൂപേണ ശിവരാജ് സിംഗ് ചൗഹാൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിയല്ല, എനിക്ക് അത് വേണം. ഇതും ശരിയല്ല, എനിക്ക് ആ കാണുന്നത് വേണം. അതും ശരിയല്ല, എനിക്കിപ്പോൾ അതാണ് വേണ്ടത്. സഹോദര, എല്ലാവരും തെറ്റാണ്, എല്ലാം തെറ്റാണ്. നിങ്ങൾ മാത്രമാണോ ശരി? മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായി കാണുമെന്ന് പറയപ്പെടാറ്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടായി വരുന്നു. രാഷ്ട്രീയ മേഖലകളിൽ വലിയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഇനി അടുത്തതെന്ത് എന്ന ആകാംക്ഷ ഉണർത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ ഭൂമികയിലെ പുതിയ വാർത്തകളുമായി ഇലക്ഷൻ ഗേറ്റ് വീണ്ടും എത്തും. നമസ്കാരം.